ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 5ാം സീസണിൽ ഇടവേള കഴിഞ്ഞ് ലീഗ് പുനരാരംഭിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ATK ആദ്യ മത്സരം സമനിലയിൽ കലാശിച്ചു. കൊച്ചിയിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയാണ് മത്സരം അവസാനിപ്പിച്ചത്. എന്നാൽ പുതിയ കോച്ചിന് കീഴിൽ വിജയവയിലേക്ക് തിരിച്ചെത്താമെന്ന ആശയോടെ ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗിലെ തങ്ങളുടെ 13ാം മത്സരവും സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. മത്സരത്തിൽ പിന്നിലായതിനു ശേഷമാണ് പോപ്ലാനിക്കിലൂടെ തിരിച്ചടിച്ച് കേരളം സമനില പിടിച്ചു വാങ്ങിയത്. 85ാം മിനിറ്റിൽ മുൻ ബാംഗ്ലൂരു FC താരമായ എഡു ഗാസിയിലൂടെ ATKയാണ് മുന്നിലെത്തിയത്. 88ാം മിനിറ്റിലായിരുന്നു പോപ്ലാനിക് ബ്ലാസ്റ്റേഴ്സിന് സമനില ഗോൾ കണ്ടെത്തിയത്. പുതിയ കോച്ചിന് കീഴിൽ പുത്തൻ മാറ്റങ്ങളുമായി ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടച്ചോടെയാണ് മത്സരം ആരംഭിച്ചത്. മത്സരത്തിന്റെ തുടക്കം മുതലേ ആക്രമിച്ചു കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് നിരവധി ഗോളവസരങ്ങളാണ് ATK ഗോൾമുഖത്ത് സൃഷ്ടിച്ചത്. പയഞ്ചൻ ലോങ് ബോൾ തന്ത്രം മാറ്റി മികച്ച ക്വാളിറ്റി ഫുട്ബോളാണ് നെലോവിംഗഡക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത്. മികച്ച ഫുട്ബോൾ കളിച്ച് അനവധി ഗോളവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും നെലോവിംഗഡക്ക് കീഴിലും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ഗോൾ കണ്ടെത്താനാകുന്നില്ല. ആദ്യ പകുതിയിലെ പോലെ തന്നെ മികച്ച മുന്നേറ്റങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് 2ാം പകുതിയിലും പുറത്തെടുത്തത്. എന്നാൽ ആദ്യ പകുതിയിലും 2ാം പകുതിയിലുമായി പോപ്ലാനിക്കും സ്റ്റയാനോവിച്ചും ലണ്ടൂങ്കലും പ്രസാന്തുമെല്ലാം ഗോളെന്നുറപ്പിച്ച നിരവധി അവസരങ്ങളാണ് കളഞ്ഞുകുളിച്ചത്. എന്നാൽ കളിയുടെ ഒഴുക്കിന് വിപരീതമായി 84ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് താരം ലാലുവത്താര ബോക്സിന് വെളിയിൽ എതിർ താരത്തിനെതിരെ നടത്തിയ ഫോളിൽ കേരളത്തിനെതിരെ റഫറി ഫ്രീ കിക്ക് വിധിച്ചു. കിക്കെടുത്ത സൂപ്പർ താരം എഡു ഗാസിയ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തെയും ധീരജ് സിംഗിനെയും മറികടന്ന് സമർത്ഥമായി പന്ത് വലയിലെത്തിച്ചു. എന്നാൽ ATK വിജയമുറപ്പിച്ച് നിൽക്കുമ്പോൾ 3ാം മിനിറ്റിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് പോപ്ലാനിക്കിലൂടെ ഒപ്പമെത്തി. നെലോവിംഗഡക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച ക്വാളിറ്റി ഫുട്ബോളാണ് പുറത്തെടുത്തത്. എന്നാൽ പുതിയ കോച്ചിന് കീഴിലും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഗോൾ കണ്ടെത്താൻ ഇനിയും പഠിച്ചിട്ടില്ല. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.